ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാട്ടോ. നമ്മുടെ കയ്യിലൊക്കെ മിച്ചമുള്ളൊരു തുണിയില്ലേ, അതുകൊണ്ട് ഒരു നീളത്തിലുള്ള ഒരു പീസ്, ഒരു 4 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് അതിന് 2 ഓപ്പണിങ് നമ്മൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ജോയിൻ്റ് 2 ഉള്ളിൽ വെച്ചിട്ട് മറ്റേ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് നമ്മൾ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, വലിച്ചെടുക്കുന്നത് കണ്ടോ, അതുപോലെ മുന്നോട്ട് പോരും തോറും അകത്തുനിന്ന് അത് വലിക്കുക. എന്നിട്ട് അങ്ങനെ വന്ന് നമ്മൾ ആദ്യം തയ്ച്ച ആ ജോയിൻറ്റില്ലേ, അതിൻ്റെ ഏകദേശം ഒരു ഭാഗത്തെത്തുമ്പോൾ നിർത്തണം. നമുക്കത് നിർത്തണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയാട്ടോ. അതിന് ആ ഓപ്പൺ ചെയ്ത ഭാഗത്തു കൂടി ഉള്ളിലിരിക്കുന്ന ഫുൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഫുൾ അത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് കാണാം. നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മളങ്ങനെ അടിച്ച് ആ ഓപ്പണിൻ്റെ അവിടം വരെ ആകുക കേട്ടോ. അതിന് ശേഷം ഞാൻ അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഭാഗത്തു കൂടെ ആ ഉള്ളിലുള്ള ആ മെറ്റീരിയൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഫുള്ള് വലിച്ചെടുക്കുമ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ മടക്കി അടിച്ചതുപോലത്തെയുള്ള ഒരു ഭാഗം, ഒരു പോർഷനായിട്ട് നമുക്ക് നീളത്തിൽ കിട്ടുന്നത്. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു കൂടി നമ്മൾ ചെറിയ എലാസ്റ്റിക് ഉണ്ടല്ലോ, വീതി കുറഞ്ഞ എലാസ്റ്റിക്, അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ഏകദേശം പകുതിയോളം ആ എലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് നമ്മളൊരു പിന്ന് വെച്ചിട്ട് ആ ഓപ്പണിങ്ങിൽ കൂടി കയറ്റി കൊടുക്കുന്നതായിട്ടോ കാണുന്നത്. അവസാനം ഇപ്പുറത്തെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് മറ്റേ പിന്നെത്തി കഴിയുമ്പം ഞാൻ സാധാരണ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുക, ഞാൻ 2 കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. കെട്ടിട്ട് കൊടുത്തിട്ട് മറ്റേ ഓപ്പണിങ് ഭാഗം അതിപ്പോൾ തുറന്നിരിക്കുകയാണല്ലോ, അപ്പം നമ്മളത് അടയ്ക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ സൈഡ് അടിക്കുന്നത് കാണാം. ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. കെട്ടിടുന്ന പോർഷനാട്ടോ ഇത്. അങ്ങനെ ഞാൻ ഇത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഞാനതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈസൂചി ഉപയോഗിച്ച് അത് ജോയിൻ ചെയ്യാം കേട്ടോ. എനിക്ക് എളുപ്പമായിട്ട് മെഷീനെ വെച്ച് ജോയിൻ ചെയ്യുന്നതായിട്ട് എളുപ്പമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ചിലവ് കുറഞ്ഞ രീതിയിലൊരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിച്ചമുള്ള